ഇനി ശ്രദ്ധിക്കുക, അയോഡിൻ്റെ ഓക്സൈഡ് I2O4, I2O5, I2O7 എഴുതിയില്ലേ? ഓക്സൈഡ്സ് ഓഫ് അയോഡിൻ നോക്കിയാൽ I2O4 അത് +4 ഓക്സിഡേഷൻ നമ്പർ, I2O5 അത് +5 ഓക്സിഡേഷൻ നമ്പർ, പിന്നെ I2O7 അത് +7 ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, I2O5 ഈസ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് കേട്ടോ. I2O5 ഒരു പ്രധാനപ്പെട്ട ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അത് കാർബൺ മോണോക്സൈഡിൻ്റെ എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് നമ്മൾ എസ്റ്റിമേഷൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിൽ പിന്നെ അതുണ്ട്, കാർബൺ മോണോക്സൈഡ് എസ്റ്റിമേഷൻ I2O5 കേട്ടോ. ഓക്കെ, നമ്മൾ എസ്റ്റിമേഷൻ ഓക്സിജനാണ് ഇന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് പഠിക്കുന്നത്, എന്നാൽ അവിടെ റിയാക്ഷൻ ഉണ്ട്. I2O5 + CO ഗീവ്സ് I2 + CO2 കേട്ടില്ലേ? അപ്പോൾ I2O5 ഈസ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ഏത് അയോഡിൻ. വിച്ച് ഓക്സൈഡ് ഓഫ് അയോഡിൻ ഈസ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് അയോഡിൻ അല്ല, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ചോദിച്ചാലോ I2O5. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഫ്ലൂറിൻ എക്സിബിറ്റ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വേറെസ് ക്വസ്റ്റ്യൻ നോക്കണേ. അതർ ഹാലജൻസ് എക്സിബിറ്റ് +1, +3, +5 ആൻഡ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓൾസോ എക്സ്പ്ലെയിൻ. അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഫ്ലൂറിൻ ഏതാണ് പിന്നെ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന ഒരു കോമ്പൗണ്ടിലുണ്ട്, പക്ഷേ അത് സ്റ്റേബിൾ അല്ല, അത് പറഞ്ഞുതരാം. പക്ഷേ എന്താ കാരണം? വേക്കൻറ്റ് ഡി ഓർബിറ്റ് ഇല്ല, മറ്റുള്ള എലമെൻറ്റ്സിലൊക്കെ വേക്കൻറ്റ് ഡി ഓർബിറ്റ് ഉണ്ട്. അപ്പോൾ ഉത്തരം നോക്കിയേ, ഫ്ലൂറിൻ ഈസ് ദി മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ആൻഡ് കനോട്ട് എക്സിബിറ്റ് എനി പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Other halogens have d orbitals and therefore can expand their valencies and show +1, +3, +5 and +7 oxidation states also. ഓക്കെ, ഇനി അടുത്ത് ക്ലോറിൻ്റെ പ്രിപ്പറേഷനാണ്. ക്ലോറിൻ്റെ പ്രിപ്പറേഷന് MnO2 HCl-ഉം ചേർത്ത് ചൂടാക്കിയാൽ ഇത് കിട്ടും, ക്ലോറിൻ കിട്ടും. ഇക്വേഷൻ എന്താ വരിക? MnO2 HCl ചൂടാക്കിയാൽ എന്താ കിട്ടുക നോക്കുക. MnO2 + HCl gives, ആദ്യം നിങ്ങൾ പഠിക്കുക ക്ലോറിൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ക്ലോറിൻ +MnCl2 + H2O. ഈ റിയാക്ഷൻസൊക്കെ ബാലൻസ്ഡ് ആക്കി പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് 4HCl ആണ്, 4HCl കിട്ടില്ലേ? അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് തന്നെ ബാലൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കി പഠിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ഒരു ഐഡിയ കേട്ടോ. അത് വലിയ പണിയില്ല. ആകെ MnO2 ഉണ്ട്, പിന്നെ 2 ഓക്സിജൻ ആകുമ്പോൾ എത്ര H2O ഉണ്ടാവും? 2 H2O. 2 H2O ഉണ്ടായത്, അപ്പോൾ എത്ര HCl വേണം? 4 HCl, 4H. അപ്പോൾ 2 ഒരു Cl, ബാക്കി 2 കറക്റ്റന്നെ. ഓക്കെ, ദെൻ അതിന് പകരം ഈ റിയാക്ഷനെ കുറച്ചുകൂടെ ബെറ്റർ, സോഡിയം ക്ലോറൈഡ് MnO2 സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ചൂടാക്കുക. അതൊക്കെ ബാലൻസ്ഡ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര എഴുതിയല്ലോ, സോഡിയം ക്ലോറൈഡ് + MnO2 + സൾഫ്യൂരിക് ആസിഡ്. എന്തൊക്കെ ഉണ്ടാവും എന്ന് മാത്രം പഠിക്കുക. Cl2 ഉണ്ടാവും, MnCl2 ഉണ്ടാവും, MnCl2, പിന്നെ NaHSO4 ഉണ്ടാവും, പിന്നെ H2O. ഓക്കെ, ബാലൻസ്ഡ് അല്ലാതെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി പിന്നെ അല്ലെങ്കിൽ ബൈ ദി ആക്ഷൻ ഓഫ് HCl ഓൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ. HCl പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് റിയാക്ട് കിട്ടും. അപ്പോൾ KMnO4 + H, ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കി പഠിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ബാലൻസിങ് മെത്തേഡൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ KMnO4 + HCl ഗീവ്സ് എന്താ കിട്ടുക? KMnO4 + HCl ഗീവ്സ് പിന്നെ ഏത് കിട്ടും? ക്ലോറിൻ കിട്ടും. ക്ലോറിൻ എന്തായാലും കിട്ടുമല്ലോ. പിന്നെ MnCl2 കിട്ടും, വാട്ടറും കിട്ടും, പിന്നെ ആകുമ്പോൾ KCl കിട്ടും. ഇതാണ് റിയാക്ഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ KMnO4 + 2 KMnO4 + 16 HCl അങ്ങനെ പഠിച്ചു വെച്ചോ. 2 KMnO4 + 16 HCl ഗീവ്സ്. പിന്നെ ബാക്കി നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. 2 KMnO4 + 16 HCl പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ചെയ്യാൻ പറ്റും. എത്ര H2O ഉണ്ടാവും നോക്കിയേ? യെസ്, 8 H2O. എന്തുകൊണ്ട്? 16 H ആകുമ്പോൾ എത്ര H2O? 8 H2O. അതായി. പിന്നെ 2 KMnO4 എത്ര KCl? 2 KCl. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര? 16 ക്ലോറിൻ അല്ലേ ഉള്ളത്? ഇതിൽ 2 ക്ലോറിനായി. ബാക്കി എത്ര ക്ലോറിൻ ഉണ്ട്? ഇവിടെ എത്ര? MnCl2 2 ഉണ്ടാവും, കാരണം ഒരു KMnO4 ഉണ്ടായതുകൊണ്ട്. അപ്പോൾ 2 4 6 ആയി. 6 കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 6ഉം എത്ര ബാക്കി? 10 അല്ലേ ബാക്കി? അപ്പോൾ 5 ക്ലോറിൻ കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും.
ഓക്കെ. ക്ലോറിൻ മാനുഫാക്ചർ ചെയ്യുന്നത് ഡീകോൺസ് പ്രോസസ് വഴിയാണ്. DEACON ഡീകോൺസ് പ്രോസസ്സ് കേട്ടോ. അത് ഡ്രൈ എച്ച് സി എൽ ഏത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. ഡ്രൈ HCl അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് റിയാക്ഷനാണ്. കാറ്റലിസ്റ്റ് ആയിട്ട് CuCl2 ഉപയോഗിക്കും. CuCl2 കേട്ടോ. CuCl2 കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഏത് കിട്ടും? ക്ലോറിനും വാട്ടർ കിട്ടും. ഓക്കെ. അപ്പോൾ HCl ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക ഏതിൻ്റെ പ്രസൻസിൽ? കോപ്പർ ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. കുപ്രിക് ക്ലോറൈഡാണ്. ക്ലോറിനും വാട്ടറും ഉണ്ടാവും. ഇതാണ് ഡീകോൺസ് പ്രോസസ്സ്. ഓക്കെ. ഇനി എന്താ വെച്ചാൽ ഈ ക്ലോറിൻ ഏത് കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ടും ക്ലോറിനും ബ്രോമിനും ഒരേപോലെയാണ്. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലി ഞാൻ ബ്രോമിൻ്റെ കൂടെ ഒരുമിച്ച് എഴുതുന്നുണ്ട്. അതുപോലെ ഹോട്ട് കോൺസെൻട്രേറ്റ് ആൽക്കലിയുമായിട്ട് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ റിയാക്ഷൻ ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ ഓർ ബ്രോമിൻ രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ഇവിടെ എഴുതുന്നുണ്ട് വിത്ത് ആൽക്കലി. അങ്ങനെ എഴുതി വെക്കുക. ആദ്യം കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലിയാണ്. ഒന്നിതാ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലി ആണെങ്കിൽ പ്രോഡക്റ്റ് ഞാനിവിടെ എഴുതാം. കോൾഡ് Cl2 പ്ലസ് ഏത് H2O പ്ലസ് പിന്നെ NaOH അല്ലേ. Cl2 പ്ലസ് H2O പ്ലസ് NaOH. ഓക്കെ. ഇനി H2Oൻ്റെ ആവശ്യമില്ല, H2O വേണമെന്നില്ല. ഇവിടെ H2O അപ്പുറത്തെ റിയാക്ഷനല്ലേ, H2O അപ്പുറത്താണ് വരുന്നത്. അപ്പോൾ Cl2 പ്ലസ് NaOH കേട്ടോ. ഓക്കെ. Cl2 പ്ലസ് NaOH കിട്ടുന്നത് മെയിനായിട്ടുള്ള പ്രോഡക്റ്റ് NaOCl പ്ലസ് HCl ആണ്. NaOCl പ്ലസ് HCl ക്ലിയർ ആയല്ലോ. NaOCl പ്ലസ് HCl ക്ലിയർ ആയില്ലേ. NaOCl പ്ലസ് HCl അല്ല, സോറി, NaOCl പ്ലസ് NaCl പ്ലസ് H2O മാറിപ്പോയി കേട്ടോ. നമുക്ക് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതേ സമയത്ത് ഏത് കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലിയാണേ. ഇനി പിന്നെ ബ്രോമിൻ ആണെങ്കിലും സെയിം റിയാക്ഷൻ നടക്കും. Br2 പ്ലസ് NaOH ഗീവ്സ് പറ NaOBr പ്ലസ് H2O കിട്ടിയോ? അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ക്ലോറിൻ്റെ ഓക്സിജൻ നമ്പർ 0 ആണ്. ഇത് ക്ലോറിൻ്റെ ഓക്സിജൻ നമ്പർ എത്ര? +1 ആണ്. NaOC അല്ലേ. NaOC എന്ന് പറയുമ്പോൾ എത്ര വരിക? ഒരു ഓക്സിജന് NaOCl എന്ന് പറഞ്ഞാലേ ഇത് +1, ഓക്സിജൻ എത്ര? -2 +1 -1 സൈൻ മാറ്റിയ +1. അപ്പോൾ ഇവിടെ +1, ഇത് -1. അപ്പോൾ 0 നിന്ന് +1 ആയി -1 ആയി. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ ആണ് അല്ലേ. ഇതിൻ്റെ പേര് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, ഇതിൻ്റെ പേര് സോഡിയം ഹൈപ്പോബ്രോമൈറ്റ്. അപ്പോൾ ഒന്ന് എല്ലാവരും എഴുതിയേ. വെൻ ക്ലോറിൻ ഈസ് ട്രീറ്റഡ് വിത്ത് കോൾഡ് ഡൈല്യൂട്ട് NaOH, വെൻ ക്ലോറിൻ ഈസ് ട്രീറ്റഡ് വിത്ത് കോൾഡ് ഡൈല്യൂട്ട് NaOH, ഇത് എഴുതണം കേട്ടോ, ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. വെൻ ക്ലോറിൻ ഈസ് ട്രീറ്റഡ് വിത്ത് കോൾഡ് ഡൈല്യൂട്ട് NaOH, disproportionation takes place to form sodium hypochlorite and sodium chloride. ക്ലിയർ ആയോ? അത് ബ്രോമിൻ ആണെങ്കിൽ സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ആൻഡ് സോഡിയം ബ്രോമൈഡ്. അതിന് ആദ്യം എഴുതണ്ടല്ലോ, സെയിം റിയാക്ഷൻ ആണ്. സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ആൻഡ് സോഡിയം ബ്രോമൈഡ് ക്ലിയർ ആയില്ലേ? സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ആൻഡ് സോഡിയം ബ്രോമൈഡ്. ഓക്കെ. ഇനി എന്നാൽ രണ്ടാമത്തെ ഹോട്ട് കോൺസെൻട്രേറ്റ് ആൽക്കലിയാണ്. ഉദാഹരണത്തിന് ക്ലോറിൻ പ്ലസ് NaOH ഹോട്ടാണ്, ഹോട്ട് കോൺസെൻട്രേറ്റ് ആൽക്കലിയാണ്. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക NaClO3 പ്ലസ് NaCl, ഇത് പ്ലസ് വാട്ടർ വേണമെങ്കിൽ ഇതാ കിട്ടുക. അതായത് ഇതും ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. ഓക്സിജൻ നമ്പർ 0 ആവും, പക്ഷേ ഇത് +5 ആവും, ഇത് -1. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിലോ ഇതിൻ്റെ പേര് സോഡിയം ക്ലോറേറ്റ്. ഇത് സോഡിയം ക്ലോറൈഡ് തന്നെ. ക്ലോറേറ്റും ക്ലോറൈഡും
അപ്പോൾ ചോദിച്ചേ when chlorine is treated with hot concentrate NaOH, when chlorine is treated with hot concentrate NaOH, when chlorine is treated with hot concentrate NaOH, hot concentrated NaOH, disproportionation takes place to form sodium chlorate and NaClO3, sodium chlorate and sodium chloride. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? Cl2 plus NaOH gives NaClO3 plus NaCl plus H2O. NaClO3 plus NaCl plus H2O. അത് Br2 ആണെങ്കിൽ സെയിം ടൈപ്പ് റിയാക്ഷൻ നടക്കും. പറഞ്ഞ Br2 plus NaOH gives NaBrO3 plus NaBr plus H2O. കിട്ടിയല്ലോ. സോഡിയം ബ്രോമേറ്റും സോഡിയം ബ്രോമൈഡും കിട്ടും. ക്ലിയർ? ക്ലോറിൻ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ. ക്ലോറിൻ എന്തെന്നറിയോ? ഫെറസ് സൾഫേറ്റിനെ ഫെറിക് സൾഫേറ്റായി ഓക്സിഡൈസ് ചെയ്യും. ഫെറസ് സൾഫേറ്റിനെ എന്തായി ഓക്സിഡൈസ് ചെയ്യും? ഫെറിക് സൾഫേറ്റ്. പഠിച്ചില്ലേ? ഫെറസ് സൾഫേറ്റ് FeSO4, ഫെറിക് സൾഫേറ്റോ Fe2SO4 ത്രൈസ്. അതുപോലെ ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്തിട്ട് Na2SO3 ഓക്സിഡൈസ് ചെയ്തിട്ട് Na2SO4 ആക്കും. സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കും. സൾഫൈറ്റിനെ എന്താക്കി മാറ്റും? സൾഫേറ്റ് ആക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫെറസ് സൾഫേറ്റിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഫെറിക് സൾഫേറ്റ് ആക്കും. അതേപോലെ തന്നെ സൾഫൈറ്റ്, സോഡിയം സൾഫൈറ്റിനെ ഓക്സിഡൈസ് ചെയ്ത് സോഡിയം സൾഫേറ്റ് ആക്കും. അപ്പോൾ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ഇക്വേഷൻ ഫെറസ് സൾഫേറ്റ് FeSO4 പ്ലസ് ക്ലോറിൻ, പിന്നെ ഇത് അസിഡിക് മീഡിയത്തിലാണ്, അപ്പോൾ H2SO4 വേണം. ഗീവ്സ് പറ. Fe2SO4 ത്രൈസ് പ്ലസ് HCl ആവും. കാരണം ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജൻ്റ് ആകുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യും. HCl പ്ലസ് വാട്ടർ ആവും. പഠിച്ചോ? അപ്പോൾ എഴുതിയോ? ക്ലോറിൻ ഓക്സിഡൈസ് ഫെറസ് സൾഫേറ്റ് ഫെറിക് സൾഫേറ്റ്. ഇഞ്ച് ഇക്വേഷൻ എഴുതാം. FeSO4 plus Cl2 plus H2SO4 gives Fe2SO4 thrice plus HCl plus H2O. ശരിയല്ലേ? ഇനി അതേ സമയത്ത് സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കും. സൾഫൈറ്റ് SULPHITE അതിനെന്താക്കി മാറ്റും? സൾഫേറ്റ്. എഴുതിയ ക്ലോറിൻ ഓക്സിഡൈസ് സോഡിയം സൾഫൈറ്റ് ടു സോഡിയം സൾഫേറ്റ് Na2SO3 പ്ലസ് ക്ലോറിൻ. ഇത് ഇവിടെ H ഇല്ലാത്തതുകൊണ്ട് വാട്ടർ വേണം കേട്ടോ. H2O ഗീസ് ഇത് കിട്ടും Na2SO4 പിന്നെ പ്ലസ് HCl കിട്ടും കേട്ടോ. സോഡിയം സൾഫൈറ്റ് ആക്കി മാറ്റും. സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കി മാറ്റും. ക്ലിയർ ആയല്ലോ? സൾഫർ ഡയോക്സൈഡിനെ ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്തിട്ട് സൾഫർ ട്രയോക്സൈഡ് ആക്കും. പക്ഷേ അക്വസ് മീഡിയം ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റും കേട്ടോ. അപ്പോൾ ക്ലോറിൻ ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ടു സൾഫർ ട്രയോക്സൈഡ് അക്വസ് അല്ല എങ്കിൽ. പക്ഷെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലോ ഈസ് ഓക്സിഡൈസ് ടു സൾഫ്യൂരിക് ആസിഡ്. മറക്കരുതേ, ക്ലോറിൻ സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കുന്നത്. പക്ഷേ സൾഫർ ട്രയോക്സൈഡ് വെള്ളവുമായി ചേർക്കുമ്പോഴല്ലേ സൾഫ്യൂരിക് ആസിഡ് ആവില്ലേ? അപ്പോൾ ഇതിക്കോ എന്താണ്? ഇൻ അക്വസ് മീഡിയം ക്ലോറിൻ ഓക്സിഡൈസ് സൾഫർ ഡയോക്സൈഡ് ടു സൾഫ്യൂരിക് ആസിഡ്. അതില്ലേ? സൾഫർ ഡയോക്സൈഡ് ടു സൾഫ്യൂരിക് ആസിഡ് H2SO4. അതില്ലേ? സൾഫർ ഡയോക്സൈഡ് ടു സൾഫ്യൂരിക് ആസിഡ്. എല്ലാറ്റിലും HCl കിട്ടും കേട്ടോ. കാരണം ക്ലോറിൻ്റെ ഓക്സിജൻ നമ്പർ എത്ര? HCl -1, Cl2 0. ഓക്സിഡൈസിങ് ആയിട്ട് റെഡ്യൂസ് ചെയ്യില്ലേ? ഓക്കെ. ഇനി അതേപോലെ അയോഡിന് ഓക്സിഡൈസ് അയോഡിക് ആസിഡാക്കി മാറ്റും. സാധാരണ അയോഡേറ്റ് ആക്കിയിട്ട് മാറ്റുക, പക്ഷേ വാട്ടർ എന്തായാലും വേണം, അതുകൊണ്ട് അയോഡിക് ആസിഡാക്കി മാറ്റും കേട്ടോ. അപ്പോൾ ഇൻ അക്വസ് മീഡിയം ക്ലോറിൻ ഓക്സിഡൈസ് അയോഡിൻ ടു അയോഡിക് ആസിഡ് I2 plus Cl2 plus H2O. എന്താ അയോഡിക് ആസിഡിൻ്റെ ഫോർമുല? HiO3 അയോഡിക് ആസിഡ് പ്ലസ് HCl. ഓക്കെ. ക്ലോറിൻ ഓക്സിഡൈസ് അയോഡിൻ ടു അയോഡിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? ഇനി ക്ലോറിൻ ഒരു പവർഫുൾ ബ്ലീച്ചിങ് ഏജൻ്റാണ്. ആ ബ്ലീച്ചിങ് ഏജൻ്റ് ആവാനുള്ള കാരണം
അതിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ ഓക്സിഡേഷൻ കൊണ്ടാണ് കേട്ടോ. നോട്ടിലുണ്ട് ക്ലോറിൻ ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ബ്ലീച്ചിങ് ഏജൻറ്റ്. ദി ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഹെൻസ് ഇറ്റ് ഈസ് പെർമനൻറ്റ്. അങ്ങനെ ചോദിച്ചേ, ക്ലോറിൻ ഈസ് എ പവർഫുൾ ബ്ലീച്ചിങ് ഏജൻറ്റ്. ദി ബ്ലീച്ചിങ് ആക്ഷൻ ഈസ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഹെൻസ് ഇറ്റ് ഈസ് പെർമനൻറ്റ്. ബ്ലീച്ചിങ് ആക്ഷൻ ഓക്സിഡേഷൻ കൊണ്ടാണ് പെർമനൻ്റ് ആയിരിക്കും, പക്ഷേ റിഡക്ഷൻ കൊണ്ടാണെങ്കിൽ അത് ടെമ്പററി ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് സൾഫർ ഡൈ ഓക്സൈഡ് ബ്ലീച്ചിങ് ഏജൻ്റാണ്, പക്ഷേ ടെമ്പററി ആണ്. അപ്പോൾ അതിന് കാരണം വെച്ചാൽ Cl2 + H2O എന്താ കിട്ടുക? HOCl + HCl കിട്ടും. ആ HOCl എന്തായി മാറും? HCl + O ആയി മാറും. HCl + O. എന്നിട്ട് കളേർഡ് മാറ്റർ + O എന്തായി മാറും? കളേർഡ് മാറ്റർ + O ഗീവ്സ് എന്തായിരിക്കും? വേഗം പറ. കളർലെസ് മാറ്റർ. ഓക്കെ, കളർലെസ് മാറ്റർ. ക്ലിയർ ആയോ? കളേർഡ് മാറ്റർ + O ഗീവ്സ് കളർലെസ് മാറ്റർ. ഇതാണ് അതിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ. ഓക്കെ, ഇനി ഒരു ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി റിയാക്ഷൻ ഓഫ് ക്ലോറിൻ വിത്ത് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റ് NaOH. ഈസ് ദി റിയാക്ഷൻ ഈസ് എ ഡിസ്പ്രപ്പോർഷേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷേഷൻ ആണ്, പക്ഷെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട, പകരം ബാലൻസ്ഡ് ഇക്വേഷൻ പഠിക്കുക കേട്ടോ. ഇക്വേഷൻ ഞാൻ ബാലൻസ്ഡ് ഇക്വേഷൻ പറഞ്ഞുതരാം. 3Cl2 + 6 NaOH ഗീവ്സ്, ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ നോട്ടിലുണ്ട്. 3Cl2 + 6 NaOH ഗീവ്സ് 5 NaCl + NaClO3 + 3H2O. 5 NaCl + NaClO3 + 3H2O. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷേഷൻ ആണ്, കാരണം ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് -1 ആയി +5 ആയി കേട്ടോ. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് -1 ആയി +5 ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് വെൻ HCl റിയാക്ട്സ് വിത്ത് ഫൈൻലി പൗഡേർഡ് അയേൺ ഇറ്റ് ഫോംസ് ഫെറസ് ക്ലോറൈഡ് ആൻഡ് നോട്ട് ഫെറിക് ക്ലോറൈഡ്. വൈ? അതായത് HCl നന്നായി പൊടിച്ച അയേണുമായി റിയാക്ട് ചെയ്യുമ്പോൾ FeCl2 ഉണ്ടാവുന്നത് ഏതല്ല? FeCl3 അല്ല. അതിന് കാരണം ഉറപ്പാണ്. കാരണം അയേണും ഏത് കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ HCl കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഏത് കിട്ടും? FeCl2ഉം H2ഉം കിട്ടും. അതായത് Fe + 2HCl, 2 HCl ഉണ്ടാകുമ്പോൾ ഒരു H2 ആയി. യൂസ് പറ. FeCl2 + ഏത്? 2H2. ഈ ഹൈഡ്രജനാണ് അഥവാ ഫെറിക് ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഫെറിക് ക്ലോറൈഡിനെ ഫെറസ് ക്ലോറൈഡ് ആക്കിയിട്ട് മാറ്റും, റെഡ്യൂസ് ചെയ്യും. കാരണം ഹൈഡ്രജൻ റെഡ്യൂസിങ് ഏജന്റ് അല്ലേ. ഈ ഹൈഡ്രജൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് ഫെറസ് ക്ലോറൈഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഹൈഡ്രജൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് ഫെറസ് ക്ലോറൈഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. അഥവാ ഫെറിക് ക്ലോറൈഡ് ഉണ്ടായാലോ അതിനെ ഫെറസ് ക്ലോറൈഡ് ആക്കി മാറ്റും. പഠിച്ചോ? യെസ്. ഓക്സോ ആസിഡോ ഹാലജൻ ആണ്. ഓക്സോ ആസിഡോ ഹാലജൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഫ്ലൂറിൻ ആകെ ഒരു ഓക്സോ ആസിഡ് ഫോം ചെയ്യുന്നുള്ളൂ, HOF, ഹൈപ്പോ ഫ്ലൂറസ് ആസിഡ്. അതന്നെ സ്റ്റേബിൾ അല്ല, കേട്ടില്ലേ? ഫ്ലൂറിൻ ഒരേ ഒരു ഓക്സോ ആസിഡ് ഫോം ചെയ്തുള്ളൂ, അതാണ് HOF, ഹൈപ്പോ ഫ്ലൂറസ് ആസിഡ്. അത് സ്റ്റേബിൾ അല്ല. പക്ഷേ ക്ലോറിനും ബ്രോമിനും അയോഡിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സോ ആസിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എത്ര ടൈപ്പ് ഓക്സോ ആസിഡ് ഉണ്ട്? 4 ടൈപ്പ്. പറയും. ഞാൻ ആദ്യം ഒന്നുകൂടി എഴുതുന്നുണ്ട്. ഓക്സോ ആസിഡോ ഹാലജൻസ് HXO ഹൈപ്പോ ഹാലസ് ആസിഡ്. HXO ഹൈപ്പോ ഹാലസ് ആസിഡ് അല്ലേ? HXO ഇത് ഏതാണ്? HXO ഹൈപ്പോ ഹാലസ് ആസിഡാണ്. അതിൽ എക്സാമ്പിൾ എല്ലാം ഉണ്ട്. HOF പേര് നിങ്ങൾ പറയണം. HOFൻ്റെ പേര് ഹൈപ്പോ ഫ്ലൂറസ് ആസിഡ്. HOCl ഇത് ബ്രാക്കറ്റ് ഉണ്ട്, ഇത് സ്റ്റേബിൾ അല്ല. HOF, HOCl ഹൈപ്പോ ക്ലോറസ് ആസിഡ്. HOBr ഹൈപ്പോ ബ്രോമസ് ആസിഡ്. HOI ഹൈപ്പോ അയോഡസ് ആസിഡ്. ഹൈപ്പോ അയോഡസ് ആസിഡ്. രണ്ടാമത്തത് HXO2. HXO2 അത് HXO2 ആകെ ക്ലോറിൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് എക്സാമ്പിൾ HClO2. HClO2 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറസ് ആസിഡ്. മറ്റേ രണ്ടും ഉണ്ടാക്കുന്നില്ല കേട്ടോ. മൂന്നാമത് HXO3. HXO3 എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലായിട്ട് ഹാലിക് ആസിഡ്. എന്താണ്? ഹാലിക്. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് HALIC, ഹാലിക് ആസിഡ്. അത് 3 ഉണ്ട്. ഏതൊക്കെ? HClO3, ക്ലോറിക് ആസിഡ്. HBrO3,
HBrO3 ബ്രോമിക് ആസിഡ്, HiO3 ഏതാ അയോഡിക് ആസിഡ്. ക്ലിയർ? അടുത്ത നാലാമത്തത് HXO4 എന്ന് പറഞ്ഞാൽ പെർഹാലിക് ആസിഡ്. അത് മൂന്നുണ്ട്. ഏതാ പെർഹാലിക് ആസിഡ്? HXO3 അല്ലേ, HClO4 പെർക്ലോറിക് ആസിഡ്, HBrO4 പെർബ്രോമിക് ആസിഡ്. ഓക്കെ. HiO4 എന്താ? പെർ അയോഡിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഇതിൽ ഹൈപ്പോഹാലസ് ആസിഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഓക്സിഡേഷൻ നമ്പർ എത്ര? +1. ഹാലസ് ആസിഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഏതാ? +3 ആണ്. ഹാലിക് ആസിഡിൻ്റെ ഓക്സിജൻ നമ്പർ +5. പെർഹാലിക് ആസിഡിൻ്റെ ഓക്സിജൻ നമ്പർ +7. പഠിച്ചില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രക്ചർ വരക്കുമ്പോൾ നോക്കുക, ClOH പിന്നെ ബാക്കി 3 ലോൺ പെയർ കിട്ടോ. ക്ലോറിന് ഒരു ബോണ്ടേ ഉള്ളൂ, അപ്പോൾ ഒരു ഇലക്ട്രോണെ പങ്കെടുത്തിട്ടു 3 ലോൺ പെയർ. ഇതാണ് ഏത്? പിന്നെ ക്ലോറിൻ്റെ വരക്കണേ 4 സീരീസ് ഉള്ളത് ക്ലോറിനാണ്, അതുകൊണ്ടാണ് വരക്കുന്നത്. ഹൈപ്പോക്ലോറസ് ആസിഡ് ഇത് ലീനിയറാണ്. ഓക്കെ. ഹൈബ്രിഡൈസേഷൻ 3 ബോണ്ട് പെയർ ഒരു ലോൺ പെയറും വന്നാൽ 3 1 4, നാലാകുമ്പോൾ എന്താ? sp3. അപ്പോൾ ലീനിയറാണ് ഹൈബ്രിഡൈസേഷൻ sp3. ഇനി അടുത്ത് HClO2 അല്ലേ? HClO2 പറയുമ്പോൾ ClOH എന്തായാലും ഉണ്ടാവും. പിന്നെയോ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. അപ്പോൾ 2 ഓക്സിജൻ ആയില്ലേ? ബാക്കി 2 ലോൺ പെയർ. ബാക്കി 2 ലോൺ പെയർ ഉണ്ടാവോ? 2 1 3 കഴിഞ്ഞാൽ ബാക്കി 2 ലോൺ പെയർ. ശരിയല്ലേ? ഓക്കെ, ഇതാണ് സാധനം. ഇതാണ് HClO2, അതായത് ക്ലോറസ് ആസിഡ്. ഇതിൻ്റെ നോക്കുക, എല്ലാറ്റിനും ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. കാരണം ഇത് സിഗ്മയും പൈയും ഉണ്ടെങ്കിൽ സിഗ്മയിലെ കൂട്ടു. ഇത് സിഗ്മ, ഇത് ലോൺ പെയർ, സിഗ്മ. അപ്പോൾ എല്ലാറ്റിനും ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓൾ ഓക്സോ ആസിഡ്സ് ഹാലജൻ എന്താണ്? sp3. ഷേപ്പ് മാത്രം മാറ്റം വരും. ഒന്നാമത്തെ സീരീസിൽ ഷേപ്പ് ലീനിയറാണ്, രണ്ടാമത്തെ ബെൻഡാണ്. ബെൻഡ് അല്ലെങ്കിൽ ആംഗുലാർ അല്ലെങ്കിൽ വി ഷേപ്പ് അല്ലേ? വി ഷേപ്പ് മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഏതാ? HClO3 പറയുമ്പോൾ Cl ആദ്യം OH ചേർക്കുക, ബാക്കിയുള്ള 2 ഓക്സിജൻ ഡബിൾ ബോണ്ട് കൊടുക്കുക. പഠിച്ചോ? ഇനി 1 ലോൺ പെയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിലോ ഹൈബ്രിഡൈസേഷൻ sp3 തന്നെ. ഷേപ്പ് എന്താ വരിക? 3 ബോണ്ട് പെയർ ഒരു ലോൺ പെയറും, 3 സിഗ്മ ഒരു ലോൺ പെയർ. എന്താ? 3 സിഗ്മ ഒരു ലോൺ പെയർ, പിരമിഡൽ. ഷേപ്പ് ഓഫ് ഏത്? HClO3 അല്ലെങ്കിൽ ഏത് ക്ലോറിക് ആസിഡിൻ്റെ ഷേപ്പ് എന്താ? പിരമിഡൽ. ഇനി അടുത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാണ്? HClO4. ഞാൻ ഇവിടെ വരച്ചാൽ പോരെ? നോക്കി, HClO4 എന്ന് പറയുമ്പോൾ എന്താ? HClO4 Cl എന്ന് എഴുതുക, ഒരു OH എഴുതുക, ബാക്കി 3 ഓക്സിജൻ ഡബിൾ ബോണ്ട് കൊടുക്കുക. കേട്ടോ? ഇതാണ് HClO4. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിലോ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 തന്നെ. ഷേപ്പ് ടെട്രാഹീഡ്രൽ, കാരണം 4 സിഗ്മ, ലോൺ പെയർ ഇല്ല, അപ്പോൾ ടെട്രാഹീഡ്രൽ. അപ്പോൾ ഓർമ്മിച്ചൂടെ ഷേപ്പ് എന്നൊക്കെ? ലീനിയർ, ബെൻഡ്, പിരമിഡൽ, ടെട്രാഹീഡ്രൽ. ആ ഓർഡർ പഠിക്കുക. ലീനിയർ, പിരമിഡൽ, ബെൻഡ്, ടെട്രാഹീഡ്രൽ. ഓക്കെ, യെസ്. ഇനി ഈ ഓക്സോ ആസിഡിൽ നോട്ടിൽ ഇല്ലാത്ത ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം ആസിഡാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഹാലജൻ്റെ എല്ലാ ആസിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പിന്നെ ഏറ്റവും കൂടുതൽ അസിഡിക്കായ HClO4 ആണ്. അപ്പോൾ ഒന്നല്ല രീതിയെ അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സോ acids of chlorine decrease the order. Acidic character of oxo acids of chlorine decrease the order. HClO4 greater than HClO3 greater than HClO2 greater than HClO. കിട്ടിയോ? അതിന് കാരണം തന്നെ എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്യപ്പെടും? റെഡ്യൂസ് ചെയ്യപ്പെടും. സോറി, ഞാൻ ഓക്സിഡൈസിങ് ആസിഡ് ക്യാരക്ടറല്ലേ ഞാൻ പറഞ്ഞത്? ആസിഡ് ക്യാരക്ടറല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പം ആസിഡ് ക്യാരക്ടറാണെന്ന് എനിക്ക് ഓർമ്മ ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം. ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജൻ ക്ലോറിൻ ഡിക്രീസ് ഇൻ ദി ഓർഡർ. പറ, ഓക്സോ ആസിഡ്സ് ഓഫ് ക്ലോറിൻ ആസിഡ് സ്ട്രെങ്ത് ആണ്. ഞാൻ എക്സ്പ്ലനേഷൻ മാറിപ്പോയി.
അപ്പോൾ HClO4, HClO3, HClO2, HClO. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ HClO4 ആസിഡ് ആണെങ്കിൽ അത് H+ പോയാൽ എന്ത് കിട്ടും? ClO4- കിട്ടും. എന്താ കിട്ടുക? ClO4. ഇതാണ് കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് HClO4. ClO4- എന്ന് പറഞ്ഞാൽ അതിന് പേരെന്താ? യെസ്, എന്താണ് HClO4ൻ്റെ പേര്? പെർക്ലോറിക് ആസിഡ് അല്ലേ? മറ്റേത് ഞാൻ പറയാം, ഹൈപ്പോഹാലൈറ്റ്, ഹാലൈറ്റ്, ഹാലൈറ്റ്, പെർഹാലൈറ്റ്. അപ്പോൾ പെർക്ലോറേറ്റ് ആണ് ഈ സാധനം. പെർക്ലോറേറ്റ് കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് HClO4, ClO4- പെർക്ലോറേറ്റ്. ആ പെർക്ലോറേറ്റ് അയോൺ എങ്ങനെയാന്ന് വരയ്ക്കുക നമ്മൾ? ഒരു ഡബിൾ ബോണ്ടോ അല്ല, എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 3 ഡബിൾ ബോണ്ടോ ഒരു O- എഴുതുക. കാരണം ആ OH H+ ആയി പോയി. ഇതിന് എത്ര റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടാവും? ടോട്ടൽ 4 ഉണ്ടാവില്ലേ? 4 റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടാവും. കാരണം ഇവിടെ അല്ലേ ഇപ്പോൾ മൈനസ് ഉള്ളത്. അടുത്തത് ഇവിടെ മൈനസ് ആക്കുക, ബാക്കിയെല്ലാം ഡബിൾ ബോണ്ട് കൊടുക്കുക. ഉണ്ടല്ലേ? അടുത്തത് ഇപ്പുറത്ത് മൈനസ് ആക്കുക. ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്, പറ. Cl ഇവിടെ O- ആക്കുക, ബാക്കിയെല്ലാം ഡബിൾ ബോണ്ട് കൊടുക്കുക. ഉണ്ടല്ലേ? ഇനി ഒരെണ്ണം കൂടെ പോസിബിലിറ്റി ഉണ്ട്. ഏതാണ്? Cl ഇത് ഡബിൾ ബോണ്ടോ, ഇത് ഡബിൾ ബോണ്ടോ, ദെൻ ഇത് O-, ഇത് ഡബിൾ ബോണ്ടോ. ഉണ്ടല്ലേ? ഓക്കെ, ഇതാണ് സംഭവം. അങ്ങനെ 4 റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ ഇനി നിങ്ങൾക്ക് തന്നെ ClO4- 4 റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട്. ClO3- 3 തന്നെ ഉണ്ടാവുള്ളൂ. ClO2- 2. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചറിൻ്റെ എണ്ണം കൂടുതൽ, അത് സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുന്നതെന്ന് പറഞ്ഞാൽ HClO4 H+ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ClO4- സ്റ്റേബിളാണ്. അതിൻ്റെ അർത്ഥം ആ ClO4- എന്താണ്? വീക്ക് കോഞ്ചുഗേറ്റ് ബേസ് ആണ്. അതിന് H+ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ H+ പോയാലും കുഴപ്പമില്ല, സ്റ്റേബിളാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കൺസെപ്റ്റ് എന്താണ്? വീക്കർ ദി കോഞ്ചുഗേറ്റ് ബേസ്, സ്ട്രോങ്ങർ ദി ആസിഡ്. എല്ലാവരും എഴുതിയേ, വീക്കർ ദി കോഞ്ചുഗേറ്റ് ബേസ്, സ്ട്രോങ്ങർ ദി ആസിഡ്. എഴുതിയോ? വീക്കർ ദി കോഞ്ചുഗേറ്റ് ബേസ്, സ്ട്രോങ്ങർ ദി ആസിഡ്. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള കോഞ്ചുഗേറ്റ് ബേസ് ഏതാണ്? ഏറ്റവും വീക്കായിട്ടുള്ള കോഞ്ചുഗേറ്റ് ബേസ്, ഏറ്റവും സ്റ്റേബിളായത് അല്ലേ? ഏറ്റവും സ്റ്റേബിളായത് ClO4- ആണ്. കേട്ടോ? മനസ്സിലായോ? അപ്പോൾ വീക്ക് കോഞ്ചുഗേറ്റ് ബേസ് ClO4 എന്താണ്? വീക്കസ്റ്റ് കോഞ്ചുഗേറ്റ് ബേസ് ഈസ് ClO4- സിൻസ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. കേട്ടോ? വീക്കസ്റ്റ് കോഞ്ചുഗേറ്റ് ബേസ് ഈസ് ClO4- സിൻസ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. ആയില്ലേ? വീക്കസ്റ്റ് കോഞ്ചുഗേറ്റ് ബേസ് ഈസ് ClO4- സിൻസ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. ഇനി മോർ സ്റ്റേബിൾ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വീക്കസ്റ്റ് കോഞ്ചുഗേറ്റ് ബേസ് ആയി. വീക്ക് കോഞ്ചുഗേറ്റ് ബേസ് ആണെങ്കിൽ സ്ട്രോങ് ആസിഡായി. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ ഓർഡർ. ഇനി ഓക്സിഡൈസിങ് പവറും കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. ഓക്സിഡൈസിങ് പവർ നേരെ തിരിച്ചാണ്. എഴുതി എല്ലാവരും. ഓക്സിഡൈസിങ് പവർ ഡിക്രീസ് ഇൻ ദി ഓർഡർ. ഓക്സിഡൈസിങ് പവർ ഡിക്രീസ് ഇൻ ദി ഓർഡർ. അത് HOCl അല്ലെങ്കിൽ HClO ഗ്രേറ്റർ ദാൻ HClO2 ഗ്രേറ്റർ ദാൻ HClO3 ഗ്രേറ്റർ ദാൻ HClO4. ഇതാണ് അതിന് കാരണം. ഇത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യണ്ടേ? റെഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് Cl- ആവും. അപ്പോൾ ഇത് +1, ഇത് +3, ഇത് +5, ഇത് +7. അപ്പോൾ ഏതാ എളുപ്പം? +1 നിന്ന് -1 ആവാൻ എത്ര? +1 നിന്ന് -1 1 2 മോൾ ഇലക്ട്രോണേ വേണ്ടു. മറ്റേതിന് കൂടുതൽ വേണം. മനസ്സിലായോ? അപ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡൈസിങ് പവർ ഡിക്രീസസ് ആയി. ഇതേ വിത്ത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ oxidizing power decreases. With increase in oxidation number oxidizing power decreases. With increase in oxidation number oxidizing power decreases. With increase in oxidation number oxidizing power decreases. Okay. Next, interhalogen compounds. Interhalogen compounds. And description complete ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. Interhalogen compound എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ട് 2 ഹാലജൻ അന്യോന്യം റിയാക്ട് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് വിളിക്കും ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ്. കേട്ടോ? 2 ഹാലജൻ പരസ്പരം റിയാക്ട് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് ഇൻ്റർഹാലജൻ. മനസ്സിലായോ? ആ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് 4 ടൈപ്പാണ് ഉള്ളത്. ആ 4 ടൈപ്പിൽ ഒന്ന് XX-, 2 XX-3, 3 XX-, XX-5, 4 XX-7. ഇത് 4 ടൈപ്പാണ്. അതിൽ എക്സ് എന്താണ്? X- എന്ന് പറയണം. X = ഇതിൽ X എന്ന് പറഞ്ഞാൽ എന്താണ്?
ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിഗ്ഗർ ഹാലജൻ. കിട്ടോ? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയണമെങ്കിൽ ഹാലജൻ സൈസ് കൂടണം. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ മോർ ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ. മോർ ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്മോളർ ഹാലജൻ. കിട്ടോ? സ്മോളർ ഹാലജൻ. ഇനി ഈ എക്സും എക്സ് ഡാഷും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുന്തോറും കൂടുതൽ ആറ്റങ്ങൾ എക്സ് ഡാഷ് ആയി വരും. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിനല്ലേ? ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹാലജൻസിൽ അയോഡിനല്ലേ? അതുകൊണ്ട് ഏത് IF7 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. മറ്റൊന്നും ആ ടൈപ്പിലില്ല. XX-7 IF7 മാത്രമേ ഉള്ളൂ. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ഹാലജൻ എണ്ണം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ എന്ത് വേണം? കൂടുതൽ ഡിഫറൻസ് വേണം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതൽ വേണം. പറയുന്നത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ IF7 ഉണ്ട്. മനസ്സിലായില്ലേ? IF7 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഏത് പിന്നെ ബാക്കി ഇപ്പം XX ഡാഷിലോ CLF ഉണ്ട്. CLF, BRF. ഓക്കെ. എല്ലാ ഫ്ലൂറൈഡ് എന്തായാലും എഴുതാം. IF. മനസ്സിലായോ? അത് കൂടാതെ ഏതാണ്? BRCL. ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ ഉണ്ട്. അടുത്ത് XX-3ലോ എന്തായാലും IF3 എഴുതാം. കാരണം അയോഡിനും ഫ്ലൂറിനും ഏറ്റവും കൂടുതൽ വ്യത്യാസം. BRF3 എഴുതാം. CLF3 എഴുതാം. കൂടുതലും എക്സ് ഡാഷ് ആയി വരുന്ന ഫ്ലൂറിനാണെന്ന് അർത്ഥം. ഇനിയോ BRCl3 എഴുതാം. അല്ലാതെ CLBR3 എഴുതാൻ പാടില്ല. കിട്ടുമോ? എക്സാമ്പിൾ. ഇനി XX-5നോ എന്തായാലും നിങ്ങൾക്ക് IF5 എഴുതാം, BRF5 എഴുതാം, CLF5 എഴുതാം. മനസ്സിലായോ? ക്ലിയർ? അപ്പം അങ്ങനെ എഴുതാം. ഇനി XX-7 ഏത് മാത്രമേ ഉള്ളൂ? IF7. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾ കിട്ടി. ഇനി മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പിന്നെ ഇപ്പോൾ ഏത് ഞാൻ ഓരോന്നിനും ഓരോ ഉദാഹരണം എഴുതാം. CLF3 പിന്നെ CLF3 പിന്നെ വേണ്ട അതേപോലെ തന്നെ IF5 IF7 ഞാൻ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടേ. ഇതിൽ ക്ലോറിൻ ഒരു ബോണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബോണ്ട് ഫോം ചെയ്താൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 6. 6/2 എന്ന് പറഞ്ഞാൽ 3 ലോൺ പെയർ അല്ലേ? അപ്പോൾ ഒരു ബോണ്ട് പെയറും 3 ലോൺ പെയറും. ഇതിൽ 3 ബോണ്ട് പെയർ ഉണ്ട്. 7 അല്ലേ ടോട്ടൽ? 7 3 പോയാൽ 4. അപ്പോൾ 2 ലോൺ പെയർ. അപ്പോൾ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ഇതിൽ 5 ബോണ്ട് പെയർ ഉറപ്പായി. 7 2 5 പോയാൽ 2. അപ്പോൾ ഒരു ലോൺ പെയർ. 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. ഇതിൽ 7 ബോണ്ട് പെയർ, ലോൺ പെയർ ഇല്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇത് ഷേപ്പ് ലീനിയർ ആണ്. കാരണം ഒരു ബോണ്ട് പെയർ വന്നാൽ എപ്പോഴും ലീനിയർ ആയിരിക്കും. ഇത് 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്നാൽ ഷേപ്പ് എന്നറിയോ? T ഷേപ്പ് കേട്ടോ. T ഷേപ്പ്. 5 ബോണ്ട് പെയർ ഒരു ലോൺ പെയർ വന്നാൽ സ്ക്വയർ പിരമിഡാണ് ഷേപ്പ്. സ്ക്വയർ പിരമിഡ് അതിലെ സ്ക്വയർ പിരമിഡാണ് ഷേപ്പ്. 7 ബോണ്ട് പെയർ വന്നാൽ എന്താണ്? ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹീഡ്രൽ. ഇതാണ് ഷേപ്പ്. ഇനി ഹൈബ്രിഡൈസേഷൻ ഒന്നുമില്ല. 1 3 4. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇവിടെ sp3. 3 2 5. അപ്പോൾ sp3d. ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ ഓരോ ഡി കൂട്ടിയാൽ മതി. sp3d, sp3d2, sp3d3. അപ്പോൾ ടെക്നിക്ക് പഠിച്ചോ ഹൈബ്രിഡൈസേഷൻ പറയാൻ? XX- sp3, XX-3 sp3d, XX-5 sp3d2, XX-7 sp3d3. ക്ലിയർ? ഇത്രയും മനസ്സിലായല്ലോ? ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്തത് ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആണ്. ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്. എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസ് എന്ന് പറയാനുള്ള കാരണം, നോബിൾ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് അല്ലാത്ത, കാരണം അതിൻ്റെ വാലൻസ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS2 NP6. അതുകൊണ്ട് വളരെ ചെറിയ, അത് ശരിക്കും പറഞ്ഞാൽ ആരുമായി കമ്പൈൻ ചെയ്യാൻ പാടില്ല. എന്നാലും ചെറിയ കോമ്പൗണ്ട്സുമായിട്ട് എലമെൻറ്റ്സ് മാത്രമായിട്ട് അത് കമ്പൈൻ ചെയ്തുള്ളൂ. മനസ്സിലായോ? വളരെ കുറച്ചുമായിട്ട് മാത്രമേ കമ്പൈൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് അതിന് നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ ആർ
ദി എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 18 നോൺ ആസ് നോബിൾ ഗ്യാസസ്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ. ഓക്കെ, ക്ലിയർ ആയേ? NCERT-യിലത്തെ എല്ലാ ബാക്കിലെ എക്സസൈസിൻ്റെ ചോദ്യവും അതിൻ്റെ ശരിയായ ഉത്തരവും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലിലൂടെ തരുന്നതാണ് കേട്ടോ. ഇപ്പം നോട്ട് തന്ന അതേ സ്റ്റഡി മെറ്റീരിയലിലൂടെ തരുന്നതാണ് കേട്ടോ. അതെല്ലാവരും എഴുതിയെടുക്കണം. തന്നിട്ടുണ്ട്, ഇപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട്. വൈ ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 18 നോൺ ആസ് നോബിൾ ഗ്യാസസ്? ആൻസർ വായിച്ചേ. ദി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഗ്രൂപ്പ് 18 ഹാവ് ദർ വാലൻസ് ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്താണ് their valence shell completely filled and therefore react with a few elements only under certain conditions. Therefore they are now known as noble gases. Okay, ഇനി ആറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പിന്നെ ഈ ഏറ്റവും ലാസ്റ്റിലത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടൻറ്റ് കണ്ടോ? അറ്റ്മോസ്ഫിയറിക് കണ്ടൻറ്റ്, അറ്റ്മോസ്ഫിയറിൽ ഇല്ലാത്ത ഒരേ ഒരു നോബിൾ ഗ്യാസ് ഹീലിയമാണ്, നിയോൺ ആണ് കേട്ടോ. ദി നോബിൾ ഗ്യാസ് വിച്ച് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് ഏതാണ്? നിയോൺ. എല്ലാവരും എഴുതിയേ. ദി നോബിൾ ഗ്യാസ് വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് നിയോൺ. ഏറ്റവും കൂടുതലായി കാണുന്നത് ക്രിപ്റ്റോൺ ആണ്. നോക്കിയാൽ മനസ്സിലാവും, വാല്യൂ നോക്കിയാൽ മനസ്സിലാവും. ക്രിപ്റ്റോൺ കഴിഞ്ഞാൽ അടുത്തത് നിയോൺ, നിയോൺ കഴിഞ്ഞാൽ ഹീലിയം, ഹീലിയം കഴിഞ്ഞാൽ അടുത്തത് സീനോൺ, സീനോൺ കഴിഞ്ഞാൽ റാഡോൺ. അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് അബണ്ടൻസ് ഇൻ അറ്റ്മോസ്ഫിയർ എഴുതിച്ചേ. percentage of abundance of noble gas, percentage of abundance of noble gas പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് ഓഫ് അബണ്ടൻസ് എഴുതിയോ? ഏറ്റവും കൂടുതൽ ഏതിനാ പറയൂ? ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോൺ. ക്രിപ്റ്റോൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്രിപ്റ്റോൺ ഗ്രേറ്റർ ദാൻ ആർഗൺ, ഗ്രേറ്റർ ദാൻ ഹീലിയം, ഗ്രേറ്റർ ദാൻ സീനോൺ, ഗ്രേറ്റർ ദാൻ റാഡോൺ. ഏതാണ് അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത നോബിൾ ഗ്യാസ്? നിയോൺ. ഓക്കെ, പിന്നെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എന്ത് പൊതുവേ ലോ ബോയിലിംഗ് പോയിൻ്റ് ആണ്. കാരണം അതിനാകെ മോണോ ആറ്റോമിക് ആണ്. അതുകൊണ്ട് തന്നെ ഏത് ബോയിലിംഗ് പോയിൻറ്റ് വളരെ കുറവല്ലേ? നോബിൾ ഗ്യാസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്. കാരണം ഇത് മോണോ ആറ്റോമിക് ആണ്. അതുകൊണ്ട് തന്നെ ആകെ ഏത് ഒരു ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഇല്ല, ഡിസ്പേർഷൻ മാത്രമേ ഉള്ളൂ. അതായത് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് അത് ഇൻട്രാക്ഷൻ വീക്കല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ എവിടെയുണ്ട്. നോബിൾ ഗ്യാസസ് ഹാവ് വെരി ലോ ബോയിലിംഗ് പോയിൻറ്റ്സ് വൈ? എല്ലാവരും വായിക്ക്. നോബിൾ ഗ്യാസസ് ഹാവ് വെരി ലോ ബോയിലിംഗ് പോയിൻറ്റ്സ് വൈ? ആൻസർ നോക്കുക. നോബിൾ ഗ്യാസസ് ബീയിങ് മോണോ ആറ്റമിക് ഹാവ് നോ ഇൻ്റർ അറ്റോമിക് ഫോഴ്സസ് എക്സെപ്റ്റ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ്. ഞാൻ പറഞ്ഞില്ലത്. ആൻഡ് ദെർഫോർ ദേ ആർ ലിക്വിഫൈഡ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ അല്ലേ? ലിക്വിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റേസോമാറ്റിൽ. ദേ ആർ ലിക്വിഫൈഡ് അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സ്, ഹെൻസ് ദേ ഹാവ് ലോ ബോയിലിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ അതുപോലെ പഠിക്കുക. ഇനി അപ്പം മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഇവിടെ ചോദിച്ചേ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് നോബിൾ ഗ്യാസസ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് നോബിൾ ഗ്യാസസ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് എഴുതിയില്ലേ? ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പിന്നെ സീനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സീനോൺ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവായ ഫ്ലൂറിനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സീനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. അതിൽ സീനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് പിന്നെ ഏതാണ്? യെസ്, സീനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട് XeF2 ഉണ്ട്, XeF4, XeF6. അപ്പോൾ അപ്രോപ്രിയേറ്റ് കണ്ടീഷനിൽ പിന്നെ ഏത് സീനോണും ഫ്ലൂറിനും കമ്പൈൻ ചെയ്താൽ, ഡയറക്റ്റ് കമ്പൈൻ ചെയ്താൽ സീനോൺ ഫ്ലൂറൈഡ് കിട്ടും. ഏതൊക്കെയാണ് സീനോൺ ഫ്ലൂറൈഡ്? XeF2, XeF4, XeF6. അതിൽ സീനോൺ എക്സസ് എടുത്തിട്ട് സീനോണും ഫ്ലൂറിനും 673 കെൽവിനിൽ അതുപോലെ തന്നെ 1 ബാർ പ്രഷറിൽ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? XeF2 കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞേ സീനോൺ എക്സസ് എടുത്ത് ഫ്ലൂറിനുമായി 673 കെൽവിനും 1 ബാർ പ്രഷറും ഈ കണ്ടീഷനിൽ റിയാക്ട് ചെയ്താൽ XeF2 കിട്ടും.